ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 1 വർഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇപ്പോൾ അമ്പലത്തേക്ക് പോകാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിലൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. ഞങ്ങൾ ഫാമിലി മാത്രമുള്ളൊരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാൻ വിചാരിച്ചു. ഇനി വീട്ടിലെത്തിയിട്ട് ബലൂണൊക്കെ ഒന്ന് വീർപ്പിക്കണം, ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങള് അമ്പലത്തേക്ക് പോയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ കൊല്ലം ഈ ദിവസം ഞങ്ങളുടെ കല്യാണത്തിന് ടൈമില് പെരുമഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. പക്ഷെ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ കോട്ടുകാവ് അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്. അപ്പൊ ഇനി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 12 മണിയായപ്പോൾ ചിക്കുവിന്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ കൂടെ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി ആ വീഡിയോ കാണാം. ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ വീട്ടിലെത്തി. ഇപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ പരിപാടിയിലാണ്. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഡ്രസ്സ്. ഇപ്പൊ ഇന്ന് ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇത് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും ഡെക്കർ പരിപാടിയിലാണ്. ചേച്ചി, ഞങ്ങൾ ആമസോണിൽ നിന്ന് കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഡെക്കോറിന്റെ കിറ്റ്. അപ്പോൾ അതിങ്ങനെ ത്രെഡിൽ കോർത്തിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട നെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഞാനെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ കാണിക്കാം കേട്ടോ. ഇപ്പം ഞങ്ങൾ വൈറ്റ് നെറ്റ് ഇട്ടു, അതിൻ്റെ മേലെ നമ്മൾ LED ലൈറ്റ്സ് ഇട്ടു. ഇപ്പം ഹാപ്പി ആനിവേഴ്സറിയുടെ ബാനറും തൂക്കി. ഇനി നമുക്ക് കുറച്ച് ബലൂൺസും കൂടി ഇങ്ങനെ ചുറ്റും വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഡെക്കോർ പരിപാടികളൊക്കെ ഇവിടെ കഴിയും. ചിക്കുവും മാമിയും രേവുചേച്ചിയും കൂടിയിട്ടായിരുന്നു കേട്ടോ ഇത്ര നേരം ഈ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ആൾക്കാർ വരാറായപ്പോഴേക്കും ചിക്കുവും മാമിയും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയി. ആ ടൈമിലാണ് ഞാൻ ഈ ബലൂണൊക്കെ ഒടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വൈറ്റും ഗോൾഡും ബലൂണും കുറച്ച് റെഡ് ബലൂണായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വീർപ്പിച്ച് വന്നപ്പോൾ ഈ വൈറ്റും ഗോൾഡൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ആർച്ചിനുള്ള അത്ര ബലൂണൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അമ്മയാണ് എനിക്കിപ്പോൾ ഹെയർ സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ഒക്കെ ഞാൻ നേരത്തെ തീർത്തിട്ടായിരുന്നു കേട്ടോ ഡെക്കറേഷൻ പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. വൈറ്റ് ഗോൾഡ് റെഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി തീം ഉണ്ടായിരുന്നത്. ചേച്ചി അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ വേണ്ടി അവരെ പ്ലേറ്റിൽ കണ്ടോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി കേക്ക് എങ്ങനെയുണ്ട്?
കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രേഷ്മ ചേച്ചി ഉണ്ടാക്കിയിട്ട് തന്ന ഗിഫ്റ്റാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം. എല്ലാവരും കാണാൻ വേണ്ടിട്ടാണല്ലോ. ഫോട്ടോസാണ് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഇനി അടുത്ത എന്താ, ഇനി അടുത്ത ഫുഡ് റെഡിയാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴേക്കും എറണാകുളത്ത് നിന്ന് വന്ന് എല്ലാവർക്കും പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണിക്കായിരുന്നു അവർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അവരുടെ യാത്ര അയക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നു. ഈ യാത്ര പറയിൽ തുടങ്ങിയിട്ട് ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ വരിക്കാശ്ശേരി മന പോവുകയാണ് പറ. അപ്പൊ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇപ്പൊ വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അത് കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളെല്ലാരും വിചാരിച്ചിരുന്ന അതൊന്ന് പോയി കണ്ടിട്ട് വരാന്ന്. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് ഈ മാവും ഈ പരിസരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിലോടി വന്നത് ഒരു അപ്പകൽ മൂവി ആയിരുന്നു കേട്ടോ. 1902 പരമ്പരാഗത കേരള ശൈലിയിലുള്ള ഈ ഒരു തറവാട് നിർമ്മിച്ചിട്ടുള്ളത്. 4 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു 3 നില തറവാടുള്ളത്. ഇവിടെ ഒരു നടുമുറ്റൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 74 റൂമുകളുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ. അതുകൂടാതെ വലിയൊരു അടുക്കളയും അടുക്കള കിണറും ഒക്കെ ഉണ്ട്. അതുകൂടാതെ തൊട്ടപ്പുറത്തും ഒരു വീട് പോലെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു തറവാടിന്റെ കോമ്പൗണ്ടിൽ തന്നെ അമ്പലവും കുളവും കുറേ കിണറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ കോഫി ഷോപ്പും ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മലയാള സിനിമയിലെ ഹിറ്റായ ദേവാസുരം, ആറാം തമ്പുരാൻ, അനന്തഭദ്രൻ തുടങ്ങിയ 100ലധികം ചിത്രങ്ങൾ ഇവിടെയായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മനിശ്ശേരിയിലാണ് കേട്ടോ ഈ ഒരു തറവാട് സ്ഥിതി ചെയ്യുന്നത്. മോർണിംഗ് 9:30 ടു ഈവനിങ് 5 o'clock ആണ് കേട്ടോ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. എല്ലാ ഡേയ്സും ഈ ഒരു മന ഓപ്പൺ ആണ്. എൻട്രി ഫീസ് വരുന്നത് 30 rupees ആണ് കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.